കഞ്ചാവ് ഉപയോഗത്തിലൂടെ ഭീകരനാകാം. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തികളുമാണ്. നാർക്കോ ടെററിസം അത് വേരോടെ പിഴുതെറിയാൻ ഓരോ സൈനികനും പുതുതലമുറയും ബാധ്യസ്ഥരാണ്. രാജ്യദ്രോഹിയാകണോ വേണ്ടയോ എന്ന് സ്വയം ചിന്തിക്കണം. BSF, CRPF, എയർഫോഴ്സ്, നേവി, ആർമി ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാം. കേണൽ ഋഷി രാജലക്ഷ്മി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുകയാണ്. എപ്പോൾ ചെയ്ത വീഡിയോ ആണ് എന്നത് നിശ്ചയമില്ല. എന്നാൽ എപ്പോഴും സമകാലിക പ്രസക്തിയുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്നതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉപയോഗത്തിലൂടെ ഭീകരവാദത്തെയാണ് നാം വളർത്തുന്നത് എന്ന് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി, ദ മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന വിശേഷണമുള്ള ധീര ജവാന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. കഞ്ചാവ് ഉപയോഗത്തിലൂടെ നിങ്ങളും ഭീകരനായി മാറുകയാണ്. രാജ്യദ്രോഹി ആകണോ വേണ്ടയോ എന്ന് സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം കുട്ടികളടങ്ങിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. യൂണിഫോം ഇട്ട എല്ലാവർക്കും ഒരു കഴിവുണ്ട്. ഈ ഭാരതത്തിനെ നോക്കി ആരെങ്കിലും ഒന്ന് കല്ലെറിഞ്ഞാൽ വേരോടെ പിഴുതെടുക്കും ഞങ്ങൾ. ഈ കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു മുഖം മാത്രമാണ് ഞാൻ. എന്നെക്കാളും കഴിവുള്ളവരാണ് ഓരോ ജവാന്മാരും. ഒരു പരിപാടിക്ക് പൊളിറ്റീഷ്യൻസിനോ സിനിമാ സ്റ്റാർസിനോ വിളിക്കുന്നതിന് പകരം ആർമി ഓഫീസർമാരെ വിളിക്കണം എന്ന തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജ് അടുത്തിടെ കണ്ടു. ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. ഞങ്ങളുടെ പ്രയോറിറ്റി വ്യക്തികളോ സ്ഥാപനങ്ങളോ അല്ല. ഞങ്ങളുടെ പ്രയോറിറ്റി ഭാരതമാണ്. അതുമാത്രമേ ഉള്ളൂ. MDMA കഞ്ചാവ് പൊതിയോ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ഭീകരതയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അതിന്റെ പൈസ പോകുന്നത് ഭീകരവാദത്തിലേക്കാണ്. അതാണ് നാർക്കോ ടെററിസം. കഞ്ചാവ് ഉപയോഗത്തിലൂടെ നിങ്ങളും ഭീകരനായി മാറുകയാണ്. നിങ്ങൾ രാജ്യദ്രോഹിയാകണോ വേണ്ടയോ എന്ന് സ്വയം ചിന്തിക്കണം. BSF, CRPF, ഫയർഫോഴ്സ്, നേവി, ആർമി ഇവരെല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാം. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ പുതിയതാണോ എന്ന് വ്യക്തമില്ല. എങ്കിൽ പോലും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ദ മോസ്റ്റ് ഫിയർലെസ് മാൻ, ഏറ്റവും ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ച അതേ ഋഷി കാശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദികളെ കീഴടക്കാനുള്ള ദൗത്യത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും പുനർജന്മമെടുത്ത കരുത്തിന്റെ പേര്. 23 സർജറികൾ, അതിനുശേഷം മുഴുവൻ സമയവും മുഖാവരണം ധരിച്ചാണ് ആ ധീര സൈനികന്റെ ജീവിതം. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി KSCBയിലെ ജീവനക്കാരനായിരുന്നു. പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി. പക്ഷേ സൈനികനാകണം എന്ന അടങ്ങാത്ത ആഗ്രഹം അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചു. അമ്മ രാജലക്ഷ്മിയുടെ പേര് കൂടെ ചേർത്തത് കരുത്തിന്റെ പ്രതീകമായാണ്. ഒരു ജോലിക്കാണെങ്കിൽ മോൻ പട്ടാളത്തിൽ പോവണ്ട, അത് രാജ്യസേവനമാകണം. അമ്മയുടെ ഈ വാക്കുകൾ എന്നും ഋഷി മനസ്സിൽ വെക്കുന്നുണ്ട്. അത് വെറും സ്വപ്നമായിരുന്നില്ല, മറിച്ച് സമർപ്പണമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് ജീവിതം കൊണ്ട് തെളിയിച്ചു. തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലാണ് ഓപ്പറേഷൻ ത്രാൽ എന്ന സൈനിക നീക്കം നടന്നത്. നുഴഞ്ഞുകയറി ഒരു വീട്ടിൽ താവളം ഉറപ്പിച്ച തീവ്രവാദികളെ തുരത്താൻ ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാലിലെത്തി. അതീവ ദുഷ്കരമായിരുന്നു ദൗത്യം. IED സ്ഥാപിക്കുന്നതിനിടെ മുകൾ നിലയിൽ നിന്ന് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞെത്തി. 3 വെടിയുണ്ടകളാണ് ഋഷിക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്നത്. ആദ്യ വെടിയുണ്ട ഹെൽമറ്റിൽ തട്ടിത്തെറിച്ചു. അടുത്തത് ഋഷിയുടെ മൂക്ക് തകർത്തു. മറ്റൊന്ന് താടിയലും. മാംസം ചിതറി രക്തക്കളമായി. മേജർ ഋഷിയുടെ മുഖം തകർന്നു. അതിനിടയിലും തന്റെ കൈവശമുള്ള AK-47 ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തി. ഋഷി പുറത്തു കടന്നു. ത്രാലിൽ നിന്ന് 30 കിലോമീറ്ററിലേറെ ദൂരം താണ്ടിയാണ് ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിലെത്തിയത്. തന്റെ പരിക്ക് കണ്ട് ഞെട്ടി നിന്ന് ഡോക്ടർമാർക്ക് നേരെ കൈ ഉയർത്തി തംസപ്പ് ചിഹ്നം കാണിച്ച ഋഷി വീണ്ടും ഞെട്ടിക്കുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ദില്ലിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. സൈന്യം ആ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കി. പരിക്കുകളെ അദ്ദേഹം അതിജീവിച്ചു. പക്ഷേ ആ മുഖം പഴയതുപോലെ ആയില്ല എങ്കിലും ആ മനസ്സിൽ രാജ്യസ്നേഹത്തിന്റെ കരുത്ത് അത് എന്നും ഒരുപോലെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.